ഹായ്, നിങ്ങൾ ഈ പ്ലാൻ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റ്സ് കാരണം ഞങ്ങൾക്കൊരു പണി കിട്ടി. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഈ പ്ലാനിൽ ശ്രദ്ധിച്ചില്ലേ, ഒരു 12 സെൻറ്റിമീറ്റർ എഴുതിയിരിക്കണേ. ആ 12 സെൻറ്റിമീറ്ററിലാട്ടോ ഞങ്ങൾക്ക് പണി കിട്ടിയിരിക്കണേ. ആ 12 സെൻറ്റിമീറ്റർ നമ്മുടെ ഭിത്തിയുടെ തിക്നെസ്സാണ്. ശരിക്കും നമ്മുടെ ചുമരിൻ്റെ തിക്നെസ് വരുന്നത് 10 സെൻറ്റിമീറ്ററാണ്, അതായത് 4 ഇഞ്ച്. ഇത് നമ്മൾ കാഞ്ഞിരമറ്റത്ത് ചെയ്തു കൊടുത്ത ഒരു 850 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ. ഈ വീട് ഫസ്റ്റിലുള്ള പ്ലാനിൽ കണ്ട അതേപോലെയല്ല. നമുക്ക് 12 സെൻറ്റിമീറ്റർ പ്ലാനിൽ വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്നൊന്ന് മനോട്ടം പറയൂ. അതിപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഇഞ്ചല്ലേ നമ്മളെ തിക്നെസ് വരുന്നത്. അതെ. അപ്പോൾ 10 സെൻറ്റിമീറ്ററാണ് ചുമര് വരിക. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയ ആൾക്കാർക്ക് മനസ്സിലാവും ഇതിന് 3 ചുമരാണ് വരുന്നത്. ഈ ഭാഗം കാണിക്കൊണ്ട് ഞാൻ ഈ ഭാഗത്തെ കഥ പറയാം. ഈ ഒരു ചുമരാണ് ഇപ്പോൾ ഈ വീട്ടിൽ ഞങ്ങളിഞ്ഞ് പൊളിച്ച് നീക്കേണ്ട ചുമര്. അതായത് എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം വീടിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് 10 സെൻറ്റിമീറ്റർ അളവിൽ കമ്മിയായി എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ അടുക്കളേൻ്റെ ഈ ഒരു മൊത്തം ചുമര് പൊളിച്ചിട്ട് ഇങ്ങോട്ട് നീക്കണം. നല്ല സുഖമുള്ള പണിയാണ് അല്ലേ. ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺക്രീറ്റ് എങ്ങനെ പൊളിക്കാന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ഒരാളൊരു വർക്ക് ഏൽപ്പിച്ചിട്ട് അവർക്ക് ഇനിയൊരു വാസ്തുപ്രകാരമുള്ള ഒരു പ്രശ്നം വന്നു എന്ന് വിചാരിച്ചിട്ട് അവർ ലൈഫ് ലോങ് ആയിട്ടുള്ള ജീവിതം പാഴാവരുത്. നമുക്ക് വാസ്തുവിലൊരു വിശ്വാസമല്ല, വെക്കുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഘടകം എന്താണെന്നുണ്ടെങ്കിൽ ഈ 12 സെൻറ്റിമീറ്റർ വരയോണ്ടും ഈ വീടിൻ്റെ വർക്കിന് 24/7 ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആ സൈറ്റിൽ വന്നിട്ട് ഓരോ മെഷർമെൻറ്റും വെക്കൊണ്ടുമാണ് ഈ സൈറ്റ് ഇങ്ങനെയും മാറിയത്. ഇനി ഞാൻ നേരത്തെ നീ ചോദിച്ചൊരു കാര്യത്തിൽ പറയാം. ഇപ്പം നമുക്കൊരു പ്ലാന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതെന്താണ് നോക്കുക, ആ പ്ലാനിൻ്റെ ടോട്ടൽ വീതി ഇത് നോക്കിയിട്ടാണ് നമ്മൾ ആ വീടുണ്ടാക്കുക അല്ലേ. അപ്പോൾ ഇതും അതേപോലെ തന്നെ ആയിരുന്നു. പക്ഷേ നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത് ഓരോ ചുമരുകളും 12 സെൻറ്റിമീറ്ററാണ്. ഈ വീടിന് ഫ്രണ്ടേജിൽ ആകെ 3 ചുമരുള്ളത്. അപ്പോൾ 3 ചുമരെന്ന് പറയുമ്പോൾ അതായത് ഒന്നിപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത്, മിഡിലൊന്ന്, റൈറ്റ് സൈഡിലൊന്ന്. കാരണം ആകെ 850 സ്ക്വയർ ഫീറ്റിലുള്ളൂ. അപ്പോൾ 3 ചുമരേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ വീട് വെക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു ഇതിന് പ്ലാസ്റ്ററിങ് വേണ്ട. കാരണം നമ്മൾ ഏകദേശം ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളൊക്കെ ശരിക്കും ഡയറക്റ്റ് പൊട്ടിയിടാളേ ഉള്ളൂ. പുറത്തൊക്കെ മാക്സിമം ചെക്കർ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലാസ്റ്ററിങ് വേണ്ടെന്ന് പറയുമ്പോൾ ആളെന്നെ പറഞ്ഞു റൂമിൻ്റെ അളവ് കറക്റ്റാക്കി വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ചുമര് നമ്മൾ 10 സെൻറ്റിമീറ്റർ വെച്ചു, റൂം അളവ് കറക്റ്റ് വെച്ചു, അടുത്ത ചുമരുമായി. അങ്ങനെ വെക്കുന്ന സമയത്ത് ഈ 2 ചുമരിൻ്റെ ഈ 2 സെൻറ്റിമീറ്റർ ഉണ്ട്, അത് പോയില്ലേ. അതായത് 10 സെൻറ്റിമീറ്റർ ചുമര് വേണ്ടടുത്ത് 12 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 സെൻറ്റിമീറ്ററിൽ ചുമര് വെച്ച് കഴിഞ്ഞാൽ 2 ചുമര് വരുമ്പോൾ തന്നെ 4 സെൻറ്റിമീറ്റർ കമ്മിയായി. ടോട്ടൽ അളവത്തെ കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അതും കഴിഞ്ഞ് 3ാമത്തെ ചുമര് വയ്ക്കുന്ന സമയത്ത് ഈ അളവെന്ന് തന്നെ ആ സൈഡ് റോഡാണ് വരുന്നത്. ആ റോഡ് വരുന്ന സമയത്ത് ആ റോഡിൻ്റെ അവിടെ ഒരു കുറ്റി ഉണ്ടായിരുന്നു. ആ കുറ്റിയുമെന്ന് ഇവിടെ എത്ര ഗ്യാപ്പ് വിടണമെന്ന് പറഞ്ഞിട്ട് ആ ആൾ തന്നെയാണ് അവിടെ മീറ്റർ പിടിപ്പിച്ചിട്ട് അവിടുത്തെ സ്പേസും വിട്ടത്. ഏത് വീടിൻ്റെ അളവൊന്നും അവിടെ വേറെ കിടക്കണം, പിന്നെ അയാൾക്ക് സെറ്റിംഗ് ഔട്ടായ റോഡിൻ്റെ അളവും നോക്കണം. അപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം നമ്മൾ എന്ത് കാട്ടി, അവിടെ ആ അടുക്കളേൻ്റെ ചുമര് അയാൾ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ബേസ്മെൻറ്റ് ഇട്ടു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് എന്ത് സംഭവിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ വാക്കാൽ അതായത് 24/7 സൈറ്റിൽ നിന്നിട്ട് അയാൾ പറഞ്ഞോർത്ത് നമ്മൾ ചെയ്തു കൊടുത്തതാണ്. ഞങ്ങൾ ഇതുവരെ ചെയ്ത പ്രോജക്റ്റിൽ ഒരു പ്രോജക്റ്റിന് പോലും ഒരു ക്ലയൻറ്റ് ഫുൾ ടൈം നമ്മുടെ സൈറ്റിൽ വന്ന് നിൽക്കാറില്ല. നമ്മൾ എത്രയോ വീടുകൾ വെച്ച് കൊടുത്ത്, എത്രയോ വീടുകൾ ആൾക്കാർ കയറി താമസിച്ചു. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നമ്മളെ സതീഷ് ചേട്ടൻ്റെ വീട് എല്ലാ വർക്കും കഴിഞ്ഞിട്ട് സതീഷ് ചേട്ടൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മളെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഗൾഫിൽ നിന്ന് തന്നെ വന്നത് അല്ലേ. പിന്നെ വേറെ ഒന്നെന്ന് വെച്ചാൽ വെറുതെ വന്ന് നിൽക്കല്ല അതിൻ്റെ ക്ലയൻറ്റ് ഉണ്ടായിരുന്നത്. ഓരോ മെഷർമെൻറ്റ്സും പറഞ്ഞു തരും. അതേപോലെ തന്നെ നമ്മളെ വർക്കേഴ്സിനെ കൊണ്ട് അവിടെ വരുന്ന എല്ലാ പണികളും പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന ഒരാളാണ്. സത്യം പറഞ്ഞത് കോൺട്രാക്ടർ എന്നുള്ള രീതിയിൽ 10 സെൻറ്റിമീറ്റർ കമ്മിയായത് ഞങ്ങളെ മിസ്റ്റേക്കാണ്, ഞാൻ സമ്മതിക്കുന്നത്. പക്ഷേ അത് കമ്മിയായതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡില്ലേ, ആ റോഡിൻ്റെ അവിടുന്ന് ആൾക്ക് ഇത്ര മീറ്ററിൽ വേണമെന്നുള്ളത് പ്ലാനിലുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ചുമര് അതായത് ബേസ്മെൻറ്റ് ഇടുന്ന സമയത്ത് ആളത് മാറ്റി വെപ്പിച്ചു. ആ വെപ്പിച്ചത് ഇപ്പോൾ ആൾ പറയണത് അതൊന്നും ആൾക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. ഇന്നിപ്പോൾ ഞങ്ങളുടെ ഈ വീടിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞു. അതിന് ശേഷമാണ് ആൾക്ക് ഇന്നലെ വൈകിട്ട് നമ്മളെ ജയരാജനും ടീം ഏകദേശം 12:30 വരെയാണ് ഈ സൈറ്റിൽ വർക്ക് ചെയ്തത്. അതായത് ഇന്ന് അവിടുത്തെ ഫുൾ ഫിനിഷ് ആക്കാൻ വേണ്ടി ഞങ്ങൾ 10 മണിക്ക് സൈറ്റിൽ എത്തുമ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. ഇത്ര ദിവസം 24/7 ഇത്രയും കാലം സൈറ്റിലുണ്ടായിരുന്ന ആൾ ഇതേവരെ അളക്കാതെ ഇരുന്നിരുന്നതിൻ്റെ കാരണം എനിക്കറിയാം. കാരണം അപ്പുറത്തെ സൈഡിൽ 1 മീറ്റർ ഉണ്ടായിരുന്നുള്ള സെറ്റിംഗ് ഔട്ട്. ഇപ്പോൾ അയാൾ അവിടെ 1/2 സെൻറ്റ് സ്ഥലം കൂടി മേടിച്ചു. അപ്പോൾ ആൾക്ക് ഒന്ന് അളക്കണം തോന്നി. അങ്ങനെ അളന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ലൈന കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തുനിന്ന്
ആളെ എൻജിനീയർ ഇപ്പോൾ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആളെ എൻജിനീയർ വന്ന് പറഞ്ഞിട്ട് അവരെ വാസ്തു പ്രകാരം അത് 10 സെൻറ്റിമീറ്റർ കമ്മിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സ്വന്തം പൈസ ചിലവാക്കിയിട്ട് അത് പൊളിച്ച് മാറ്റി കൊടുക്കും. അതിലൊന്നും ഇപ്പോൾ നമ്മളിത് ഫസ്റ്റ് തുടങ്ങിയത് 800 രൂപയ്ക്ക് തുടങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് പൈസ ഇറക്കിയിട്ട് ചെയ്തു കൊടുത്തിരുന്ന വീടുകളുണ്ടായിരുന്നത്. അപ്പോൾ അത്രയൊന്നും ഇല്ലല്ലോ. പക്ഷേ ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ആ എഞ്ചിനീയർ വരുമ്പോൾ ഞങ്ങൾക്കും കൂടി ആ സൈറ്റിലൊന്ന് വരണമെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ അതിൻ്റെ സ്റ്റെയർ കേസ് പ്ലാനിൽ കണ്ട പോലെ സ്റ്റെയർ കേസ് അയാളെ ഇഷ്ടത്തിന് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡോറ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നേരിട്ടിട്ട് അടുക്കളയ്ക്കാണ് ബാത്റൂം തുറന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയ്ക്ക് ഇറങ്ങണത്. അങ്ങനെ അടുക്കളേൻ്റെ ഉള്ളിൽ ബാത്റൂം വെക്കണ വീടിന് ഇത്ര വലിയ വാസ്തു ഉണ്ട്. അത് 10 സെൻറ്റിമീറ്റർ മാറ്റി കഴിഞ്ഞാൽ ആ വാസ്തു ശരിയാവുമോ, ആ കുടുംബത്തിന് ഉന്നമതി കിട്ടുമോ എന്നുള്ളത് എനിക്ക് ആ എഞ്ചിനീയറോടും കൂടി ചോദിച്ചിട്ട് മനസ്സിലാക്കണം. പിന്നെ ഈ ക്ലയൻറ്റ് ആദ്യം എന്നെ വിളിച്ച സമയത്ത് ഞാൻ ബുക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ആൾ 100% ഓക്കെയാണ്, എനിക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ വീട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, നിങ്ങളൊരു സൈറ്റ് വിസിറ്റ് ചെയ്ത ശേഷം മാത്രം ബുക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അല്ല, എനിക്ക് വീട് വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെയ്താൽ മാത്രമേ എനിക്ക് സെറ്റിംഗ് ഔട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യണമെന്ന് വാശി പിടിച്ച ആളാണ്. ആ ആൾക്ക് ഇപ്പോൾ സെറ്റിംഗ് ഔട്ട് ലെഫ്റ്റ് സൈഡിൽ 1 മീറ്ററും അപ്പുറത്തെ സൈഡിൽ 3.10 ആണ്. അതായത് അവിടെ ശരിക്കും 2 മീറ്ററേ വേണ്ടുള്ളൂ. അപ്പോൾ കല്ലിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആൾക്കാരുടെ സെറ്റിംഗ് ഔട്ട് കിട്ടിയേനെ. അപ്പോൾ എന്ത് സെറ്റിംഗ് ഔട്ടാണ് ഇവർ എഞ്ചിനീയർ. ഇനി അതൊക്കെ പോട്ടെ, ഈ ബേസ്മെൻറ്റ് ഇട്ട് ഞങ്ങളാട്ടോ, ഈ ബേസ്മെൻറ്റ് ഇട്ടിട്ട് ഇവരെ എഞ്ചിനീയർ വന്നിട്ട് രണ്ടാമത് പ്ലാൻ വരച്ചിട്ട് സബ്മിറ്റ് ചെയ്തോന്ന് ഇയാളെ നമ്മളോട് പറഞ്ഞത്. എഞ്ചിനീയർ വന്നു, എല്ലാ ആളും ഓക്കെയാണെന്ന് പറഞ്ഞതാ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എറണാകുളത്തൊരു വീട് ചെയ്തിരുന്നില്ലേ, അപ്സ്റ്റെയർ ഫില്ലി ടീച്ചറുടെ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചിട്ടുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ടെറസിൻ്റെ മോള് തന്നിട്ട് ടീച്ചർ പറഞ്ഞത് മനോജെ സൗകര്യത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തുണ്ടാക്കാൻ. ആ ടീച്ചറെ കുറിച്ചിട്ട് നമ്മളിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ ക്ലയൻറ്റിൻ്റെയും ഓരോ രീതിക്ക് അനുസരിച്ചിട്ട് നമുക്ക് മാറാൻ പറ്റില്ല. നിങ്ങൾ നേരത്തെ കണ്ട വീടും വെച്ചുകൊടുത്തത് ഞാനാണ്, ഈ വീടും വെച്ചത് ഞാനാണ്. ഇന്ന് ടീച്ചർ അമ്മൂനെ വിളിച്ചിട്ട് എന്താ പറ ടീച്ചർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ടീച്ചർക്ക് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് കാരണം മോളിക്ക് കയറാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇന്ന് ചേച്ചീനെ വിളിച്ചിട്ട് ഇന്ന് നമ്മളെ വർക്ക് അവിടുത്തെ കഴിഞ്ഞു. ഇന്നലെ അവിടെയുള്ള നമ്മളെ ധനേഷും ടീമും ചേർത്തലയ്ക്ക് പോയി. അപ്പോൾ എല്ലാം ക്ലീൻ ആക്കിയിട്ടായിരുന്നു. അതുകൊണ്ട് ടീച്ചർക്ക് സുഖമായിട്ട് ഒരുപാട് ഹാപ്പിയാണ്. ടീച്ചർ പറഞ്ഞു എനിക്ക് ഇത്ര സൗകര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് മനുവേട്ടനും അതേപോലെ ധനേശേട്ടനെയും നമ്മുടെ പിള്ളേരൊക്കെ സന്തോഷം അറിയിക്കാൻ പറഞ്ഞു. ഈ വീടിനെ കുറിച്ചിട്ട് ഞങ്ങൾ ആദ്യം ഇട്ടായിരുന്നു കേട്ടോ. തീരെ സ്ഥലമില്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ഈ ഒരു വീട് വെച്ച് കൊടുത്തിരിക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അതായത് ഞങ്ങളെ ദോസ്ത് പോലും വരാത്ത സ്ഥലത്താണ്. ഒരു 350 സ്ക്വയർ ഫീറ്റോ 380 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ടെറസിൻ്റെ മോള് തന്നിട്ട് ടീച്ചർ പറഞ്ഞു അവിടെ ഒരു 1 ബെഡ്റൂം നല്ലൊരു വീട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ടീച്ചർ ഞങ്ങളെ തന്നെ വാശി പിടിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. കാരണം ടീച്ചറെ മോനെ അതിൻ്റെ അപ്പുറത്ത് 3 നിലേൻ്റെ ക്വാർട്ടേഴ്സ് കയറ്റിയിട്ടുണ്ട്. ആ കോൺട്രാക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ടീച്ചർക്ക് ഞങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ള വാശി. പക്ഷേ വെയിറ്റ് ചെയ്തിരിക്കുകയും ചെയ്തു. അത് നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കണ്ടാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടില്ല. ഈ വീടിൻ്റെ ഒരു ഫുൾ ഫിനിഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലത്തെ ഒരു സന്തോഷം ഫോണിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റുമെന്ന് അറിയില്ല. നേരിട്ട് അതായത് അല്ലെങ്കിൽ നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പോൾ ഇത് തോപ്പുംപടിയുള്ള സൈറ്റാണ്. അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർക്ക് അവിടെ നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ രീതിയിൽ ചെയ്തിട്ട് എന്ത് ബെനിഫിറ്റാണ് ആ ടീച്ചർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ബെനിഫിറ്റൊക്കെ കിട്ടാൻ കാരണം ഇതേ 4-5 ഭിത്തി തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയും കൂടി ഇതിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2 ക്ലയൻറ്റ് 2 സ്വഭാവത്തിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ടീച്ചർ തന്ന പ്ലാനും ഞാൻ ഇതിൻ്റെ മുകളിലിട്ടുണ്ട്. പക്ഷേ ആ പ്ലാന് തന്നിട്ട് ടീച്ചറാണ് പറഞ്ഞത് നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യത്തിൽ മനോജിൻ്റെ ഇഷ്ടത്തിനും അതൊക്കെ മാറ്റിക്കോ പറഞ്ഞു. അതേപോലെ ചെയ്തു. നേരെ മറിച്ച് ഇതിൻ്റെ മുന്നത്തെ ക്ലയൻറ്റിന് അങ്ങനെയല്ല. ഓരോ മെഷർമെൻറ്റും ആൾ നിന്ന് വെപ്പിച്ച് ചെയ്ത വർക്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു ടോട്ടൽ 10 സെൻറ്റിമീറ്ററിൻ്റെ കമ്മി വന്നു എന്ന് കണ്ടപ്പോൾ ആൾ നേരെ നമ്മളെ പേർക്ക് ഇട്ടിട്ട് ചാരി. ആ 10 സെൻറ്റിമീറ്ററിൻ്റെ കമ്മി വന്നതിൻ്റെ ഫസ്റ്റ് കാര്യമാണ് ഫസ്റ്റ് നിങ്ങളോട് ഡ്രോയിങ്ങിന് നോക്കാൻ പറഞ്ഞത്. 12 സെൻറ്റിമീറ്ററിൽ ചുമര് ഭിത്തിയുടെ വണ്ണം വെച്ചിട്ട് റൂമിൻ്റെ സ്പേസും കറക്റ്റായിട്ട് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മൾ 4 ഇഞ്ചിൻ്റെ ചുമര് വെക്കണത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർമാരും അവനാനുണ്ടായ പാളിച്ചകൾ പറയാറില്ല. നമ്മളിതൊക്കെ പറയേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലൊരു കള്ളത്തരമില്ല. എത്ര ആൾക്കാർ ഞങ്ങളിൽ വീട് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് കമൻറ്റ് ഇടാം. ഇല്ല ഈ ക്ലയൻറ്റിൻ്റെ മറുപടി എന്താ വെച്ചാൽ ഇതിലിടാം. ഞങ്ങളൊന്നും നുണ പറയണില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഓരോ പ്രൊജക്റ്റിനും ഒരാളെയും വാക്കാലുള്ള ഒരു കാര്യം ഞാൻ സ്വീകരിക്കില്ല. ഇനിയിപ്പോൾ അമൃതേനോടാണ് കംപ്ലീറ്റ് കോൺടാക്റ്റ് വെച്ചാലും എനിക്കതിന് ഞാൻ ഗൾഫിൽ ചെയ്തിരുന്ന പോലെ മെയിൽ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അതിലൊരു മോഡിഫിക്കേഷൻ എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യുള്ളൂ. കാരണം ഈ നേരത്തെ കാണിച്ച വീടിൻ്റെ കോണി അയാൾ മാറ്റിയിട്ട് കോണി അടുക്കളേൻ്റെ അവിടെ കട്ട് ചെയ്തു ഇല്ലേ. ഇങ്ങനെ ഓരോ അളവ് വെക്കുന്ന സമയത്തും ആൾ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഞാൻ വെച്ചത്. നമ്മളിതിൻ്റെ മുന്നേയും ബേസ്മെൻറ്റ് ഇട്ടൊരു വീട് വെച്ചിട്ടുണ്ട്, ബേസ്മെൻറ്റിൻ്റെ മുകളിലും വീട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഇപ്പോൾ നിങ്ങളൊരു ബേസ്മെൻറ്റ് ഇട്ട ആളാണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ചുമരിനാവും ബേസ്മെൻറ്റ് ഇട്ടിരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ ഞാൻ ആ വീട്ടിൽ വന്നിട്ട് വീട് വെക്കണ സമയത്ത്
നിങ്ങൾക്ക് ഏത് വാസ്തു കിട്ടുന്ന നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കാരണം 20 സെൻറ്റിമീറ്ററിൻ്റെ ചുമരിൽ ഞാൻ വന്ന് വെക്കുമ്പോൾ അത് 10 സെൻറ്റിമീറ്റർ ആയിട്ട് ചുരുങ്ങും. നിങ്ങളെ റൂമിൻ്റെ ഉള്ള അളവ് നിങ്ങൾക്ക് ഒരിക്കലും ആ വാസ്തുവിന് മാറ്റാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ആകെ ഒരു ഓപ്ഷനായി നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ സ്പേസ് ഹാളിൽ വേണോ റൂമിൽ വേണോ, അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചുമര് വെക്കാറ്. നാളെ എന്തായാലും എഞ്ചിനീയർ വരുന്ന സമയത്ത് ഞങ്ങൾ പോവും. എന്നിട്ട് എന്താണോ അവരുടെ ആവശ്യം, ഇനി ഫുള്ളായിട്ട് ആ ഭിത്തി മുഴുവൻ പൊളിച്ച് മാറ്റി വെക്കണമെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. പൊതുവെ കോൺട്രാക്ടേഴ്സ് ആരും പറയാറില്ല ഞങ്ങൾക്കൊരു പാളിച്ച പറ്റിയെന്ന്. പക്ഷെ ഞങ്ങൾക്ക് വന്ന ഫോൾട്ടുകളും എടുത്ത് പറയുകയാണ്. അവർക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ അവർ 100% സാറ്റിസ്ഫൈഡ് ആക്കിയിട്ടേ ഉള്ളൂ. അതിനിപ്പോൾ നമുക്ക് എത്ര പൈസ ചിലവായി കഴിഞ്ഞാലും നമ്മളത് നോക്കണില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരാൾ വന്നിട്ട് പറയാൻ പാടില്ല നിങ്ങളത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ ഉള്ള ദുരനുഭവം ഞാൻ അനുഭവിച്ചാൽ മതിയല്ലോ. പിന്നെ എനിക്കൊരു കാര്യം കൂടി അറിയണമെന്നുണ്ടായിരുന്നു. ആ എഞ്ചിനീയറെ, അവർ വാസ്തു നോക്കുന്ന ഒരു എഞ്ചിനീയറാണല്ലോ. ഈ അടുക്കളയിലുള്ള കക്കൂസും ഈ ഒരു ചുമര് 10 സെൻറ്റിമീറ്റർ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ 10 സെൻറ്റിമീറ്ററിൽ തന്നെ ആ വരച്ച എഞ്ചിനീയർ അടുത്താണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നീ ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മളെ ചുമരിൻ്റെ തിക്നെസ് 4 ഇഞ്ചാണെന്നുള്ളത്? പിന്നെ നമ്മുടെ ഫുൾ വീഡിയോസും കാണുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്തിനാണ് ആൾ 12 സെൻറ്റിമീറ്ററിൽ ഭിത്തി വരഞ്ഞത്? അങ്ങനെ 12 സെൻറ്റിമീറ്ററിൽ ഭിത്തി വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ ചുമര് 12 സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ 4 ഇഞ്ച്, അതായത് 10 സെൻറ്റിയിലാണ് നമ്മൾ ഭിത്തികൾ വെക്കുന്നത്. എഗ്രിമെന്റിലും 4 ഇഞ്ച് നമ്മൾ എടുത്ത് എഴുതുന്നുണ്ട്. ഇതാ ഈ കണ്ണ ഭിത്തിയുടെ പോലെയാണ് ഞങ്ങൾ തിക്നെസ് ഉണ്ടായിരിക്കുക. എന്തായി കഴിഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരുപാട് സമയം ഉണ്ടാവും വീട് ശരിയാക്കി കൊടുക്കാൻ. കാരണം എഗ്രിമെൻറ്റ് പ്രകാരം ഡിസംബർ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ട വർക്കാണ്. അതായത് ഇന്നത്തെ ഡേറ്റിന് ഞങ്ങളെ ചുമരിൻ്റെ വർക്ക് തീർന്നു. ശരിക്കും ഡിസംബർ 5-ാം തീയതി നമ്മളേക്ക് ആ വീടിൻ്റെ മെയിൻ സ്ലാബ് തീരേണ്ടതാണ്. ഇനി ഞാൻ എഗ്രിമെൻറ്റിലുള്ള പ്രകാരം, ഇത് ഞങ്ങൾ എഗ്രിമെൻറ്റ് 6 മാസമല്ലേ നമ്മൾ എഗ്രിമെൻറ്റ്, അപ്പോൾ ഡിസംബർ 5 മുതൽ എനിക്ക് ആ വീടിൻ്റെ വർക്ക് തീർത്ത് കൊടുക്കാനായിട്ട് അടുത്ത 6 മാസം കൂടി ഉണ്ട്. അതായത് ഏകദേശം ജൂൺ അവസാനമൊക്കെ നമ്മളേക്ക് തീർത്താൽ മതി. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചിട്ട് തീർത്ത് കൊടുത്താൽ മതി. ആ അഗ്രിമെൻറ്റിൽ പറഞ്ഞ സമയമാകുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് 6 മാസം കൊണ്ട് ആ വീടിൻ്റെ പണി തീർത്തത് ഏകദേശം ഓൾമോസ്റ്റ് തീർന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ അടുക്കളേൻ്റെ ഭാഗത്തുള്ള ഒരു ചുമര് പൊളിച്ചിട്ട് കയറ്റണം എന്നുള്ളൂ. വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് 2 ദിവസത്തെ പണിയുള്ളൂ. പക്ഷെ അതുമല്ല, അപ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് ഒരു പണി തരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ടൊരു പണി കൊടുക്കുന്നുള്ളത് 100% ഉറപ്പല്ലേ. നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആൾ താമസിക്കുന്നത് റെൻ്റ് ഹൗസാണ് അല്ലേ. പിന്നെ നമുക്ക് വീട് വെച്ച് തരുന്ന സമയത്ത് നമ്മളെ സ്റ്റാഫിന് നിൽക്കാനൊരു റെൻറ്റ് ഹോം വേണം. അപ്പോൾ 2 റെൻറ്റ് ഇപ്പോൾ ആൾ കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു ചുമരാട്ട പൊളിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു റെൻറ്റ് ഹൗസിൽ താമസിക്കുന്ന ആളല്ലേ. അപ്പോൾ ഒരു മാസം ഒരു 10-12,000 ഉറുപ്പിക റെൻറ്റ് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കമ്മിയാക്കാനാണ് കുറച്ച് സ്പീഡാക്കിയിട്ട് എഗ്രിമെൻറ്റിൽ, അത് ഡിസംബർ 5-ാം തീയതി തുടങ്ങേണ്ട പ്രൊജക്റ്റാണിത്. ഈ വീടിൻ്റെ ചുമരിൻ്റെ വർക്ക് കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ഒരുപാട് ഡിലേ വന്നിട്ടുണ്ട്. കാരണം ഏകദേശം 2 മാസത്തോളം എടുത്തില്ലേ 850 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കാൻ. ഞങ്ങൾ 42 ദിവസം കൊണ്ട് 2500 സ്ക്വയർ ഫീറ്റ് വീട് വെച്ചിട്ടുണ്ട്. അത് പല കാരണങ്ങളുണ്ട്. മഴ, ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത മഴ വന്നു. പിന്നെ നമുക്ക് ലേബേഴ്സിൻ്റെ കുറച്ച് ഷോർട്ടേജ് വന്നു. അപ്പോൾ ടോട്ടലി ലോസാണ്. അതിലിപ്പോൾ ഇനിയിപ്പോൾ ആളിപ്പം ചുമരല്ല ഇനി എന്ത് പൊളിച്ച് വീടിൻ്റെ മൊത്തം പൊളിച്ച് മാറ്റാൻ പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്, നമ്മൾ ചെയ്ത് കൊടുക്കും. ഇതേപോലെ തന്നെ കേട്ടോ, പ്ലാസ്റ്ററിങ് ഇല്ലാണ്ട് ചെയ്ത ചുമര കണ്ട നല്ല വൃത്തിയുണ്ട്. പിന്നെ ഷെയ്ഡിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ബീഡിങ് ഒക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ നാളെ എഞ്ചിനീയറും കൂടി വന്നിട്ട് ആളെ വാസ്തു പ്രകാരം നോക്കിയിട്ട് നമുക്കത് മാറ്റണ വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം.